എല്ലാവർക്കും നമസ്കാരം. വെണ്ണയുണ്ണുന്ന കണ്ണനെ നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ മന്തി ഉണ്ണുന്ന കണ്ണൻ അല്ലെങ്കിൽ കുഴിമന്തി ഉണ്ണുന്ന കണ്ണൻ എന്ന രീതിയിലത്തേക്കുള്ള ഒരു സങ്കല്പമോ, അങ്ങനെ ഒരു സങ്കല്പം നമ്മൾ കേട്ടിട്ടില്ല എന്ന് മാത്രമല്ല, ഹൈന്ദവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം നിഷിദ്ധമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണത്. ഒരു ഹിന്ദു ആചാരത്തിനെ, വിശ്വാസ പദ്ധതികളെയൊക്കെ തന്നെ അവഹേളിക്കുന്ന തരത്തിലുള്ള ഒരു രീതി ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെതിരെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടാകും എന്നതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്ങനെ ഒരു മതത്തിൻ്റെയും ഈശ്വര സങ്കല്പങ്ങളെ ആക്ഷേപിക്കാൻ പാടില്ല എന്നിരിക്കെ വളരെ നികൃഷ്ടമായ രീതിയിൽ ഹിന്ദു ഈശ്വര സങ്കല്പങ്ങളെ, ദൈവാരാധനയൊക്കെ തന്നെ അവഹേളിച്ചിരിക്കുകയാണ് ചേർത്തലയിലുള്ള മെഹർ എന്ന പേരിലുള്ള ഒരു റെസ്റ്റോറൻറ്റ്. ഈ വിഷുദിനത്തിൽ അവരുണ്ടാക്കിയ സോഷ്യൽ മീഡിയ പോസ്റ്ററിൽ കുഴിമന്തിയുടെ മുന്നിൽ അത് കഴിക്കാനായിട്ട് ശ്രീകൃഷ്ണൻ ഇരിക്കുന്നു, അതും കുഞ്ഞു രൂപത്തിൽ ഇരിക്കുന്നു എന്നതാണ്. ഇത് അവർ മാത്രമല്ല, മറ്റു പല അറബിക് ഫുഡ് സെർവ് ചെയ്യുന്ന സ്ഥാപനങ്ങളും ഈ വിഷുദിനത്തിൽ ഇതേപോലെയുള്ള സമാനമായിട്ടുള്ള പോസ്റ്ററുകൾ ഇറക്കി. സംഭവം വിവാദമായതോടുകൂടി ഈ മെഹർ എന്ന സ്ഥാപനത്തിൽ നിന്നുള്ള രണ്ടാൾക്കാർ മാപ്പ് പറഞ്ഞുകൊണ്ടുള്ള വീഡിയോയുമായിട്ടെത്തി. എന്നാൽ ആ മാപ്പിൽ ഒരു തരത്തിലുള്ള ആത്മാർത്ഥതയുമില്ല എന്നുള്ളതാണ് വസ്തുത. എന്തായാലും ഈ കടയുടെ ഉടമസ്ഥനായിട്ടുള്ള അർഷാദ് ഇന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് സത്യത്തിൽ അവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്നതിനെക്കുറിച്ച് വിശദീകരിക്കുകയാണ് ഈ വീഡിയോയിൽ. നോക്കാം. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ വെജിറ്റേറിയൻ ഭക്ഷണവും നോൺ വെജിറ്റേറിയൻ ഭക്ഷണവും ഒക്കെ വിൽപ്പന നടത്തുന്ന സ്ഥാപനങ്ങളുണ്ട്. എല്ലാ സ്ഥാപനങ്ങൾക്കും എല്ലാ മതവിശ്വാസികളുടെയും ആഘോഷങ്ങൾക്കും സവിശേഷ ദിനങ്ങൾക്കും ഒക്കെ തന്നെ ആശംസകൾ നേരാം. അതിനൊന്നും ഒരു കുഴപ്പവുമില്ല. ഇത് ഒരു നോൺ വെജിറ്റേറിയൻ സ്ഥാപനമാണല്ലോ ആശംസ നേർന്നത് എന്നൊന്നും ആരും പറയുകയില്ല, കുറ്റപ്പെടുത്തുകയില്ല. പക്ഷേ അതിൽ മതബിംബങ്ങളെ ഉപയോഗിക്കുക, ദൈവിക ചിഹ്നങ്ങളെ ഉപയോഗിക്കുക, ഈശ്വരാരാധനാ സങ്കല്പവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ഉപയോഗിക്കുക എന്നൊക്കെ പറയുന്നത് സൂക്ഷിച്ചും കണ്ടും വേണം ചെയ്യാൻ. കാരണം അതിലേതെങ്കിലും തരത്തിലുള്ള ഒരു നെഗറ്റീവ് എലമെൻ്റ് ഉണ്ട് എങ്കിൽ അത് സമൂഹത്തിൽ വലിയ രീതിയിലത്തേക്കുള്ള അസ്ഥിരത ഉണ്ടാക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും മതസ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ ഒരിക്കലും ഒരു തരത്തിലുള്ള മതവിശ്വാസങ്ങളെയും അവഹേളിക്കുന്നതിനുള്ള ഒരവകാശവും നമുക്കില്ല. അത് മൗലികാവകാശമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമുക്കെല്ലാം അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും ഒക്കെ ഉണ്ട്. പക്ഷേ അതൊന്നും തന്നെ മറ്റൊരാളിൻ്റെ മതവിശ്വാസത്തിനെ ഹനിക്കുന്ന രീതിയിൽ, അതിനെ അവഹേളിക്കുന്ന രീതിയിൽ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് ഒരു ഉത്തരവാദിത്തപ്പെട്ട ജനാധിപത്യ സമൂഹത്തിൽ നമ്മളെല്ലാവരും തന്നെ ചെയ്യേണ്ടുന്ന ഏറ്റവും മിനിമമായിട്ടുള്ള കാര്യം. എന്നാൽ അങ്ങനെയുള്ള അവകാശങ്ങളെക്കുറിച്ച്, തങ്ങളുടെ കടമകളെക്കുറിച്ച് ഒരു തരത്തിലുള്ള ബോധ്യവുമില്ലാത്ത കുറേ ആൾക്കാരാണ് ചേർത്തലയിലുള്ള ഈ മെഹർ എന്ന റെസ്റ്റോറൻറ്റ് നടത്തുന്നത് എന്ന് തോന്നിപ്പോകുന്ന തരത്തിലാണ് അവർ ഈ വിഷുദിനത്തിൽ സ്വീകരിച്ചിരുന്ന ആശംസാ ഡിസൈൻ. മെഹർ എന്ന സ്ഥാപനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭവം ഒരുപക്ഷെ ഈ ചിക്കൻ മന്തിയൊക്കെ ആയിരിക്കാം. എന്തായാലും അതൊന്നും ഉൾപ്പെടുത്താതെ ഒരു വിഷു ആശംസ അവർക്ക് തയ്യാറാക്കാമായിരുന്നു എന്നിരിക്കെയാണ് അവർ മന്തിയുടെ ഒരു ചിത്രം വെച്ചിട്ട് അതിന് സമീപത്ത് അതിലേക്ക് നോക്കിയിരിക്കുന്ന ഒരു കുഞ്ഞ് കൃഷ്ണന്റെ പടം കൂടി ചേർത്ത് വിഷു ആശംസകൾ അറിയിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് അത്ര നിഷ്കളങ്കമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് കരുതാനായിട്ട് കഴിയില്ല. ആ സ്ഥാപനത്തിന്റെ ഉടമസ്ഥരായിട്ടുള്ള 2 പേർ മാപ്പ് പറഞ്ഞുകൊണ്ട് വീഡിയോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. അതിലൊന്നും തന്നെ ഒരു തരത്തിലുള്ള ആത്മാർത്ഥതയും ഇല്ല എന്നുള്ളത് വ്യക്തവുമാണ്. അതിലൊരാൾ പറഞ്ഞത് അവരുടെ അറിവോടെയല്ല, പുറത്തുനിന്നുള്ള ഒരാളാണ് ഈ വിഷു ആശംസ പോസ്റ്റർ ഡിസൈൻ ചെയ്തത് എന്നാണ്. അങ്ങനെ പുറത്തുനിന്നുള്ള ഏതെങ്കിലും ഒരാൾ അയാളുടെ സൗകര്യത്തിന് ഒരാശംസ ഡിസൈൻ ചെയ്തതിന് ശേഷം അയാൾക്ക് പോസ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഒരു കാര്യം ഈ മെഹർ എന്ന സ്ഥാപനം നടത്തുന്ന ആൾക്കാർക്കും അറിയാം, നമുക്കും അറിയാം. അതുകൊണ്ട് എന്തിനാണ് ഇങ്ങനെ നുണ പറയുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകാത്തത്. നിങ്ങൾ ഒരുപക്ഷെ ഇത് പുറത്തൊരാളിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ഡിസൈൻ ഉണ്ടാക്കി തരാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടാകും. പക്ഷേ ആ ഡിസൈൻ അയാൾ ചെയ്തതിന് ശേഷം നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലേക്ക് അയാൾക്ക് എങ്ങനെയോ ആക്സസ് കിട്ടി അയാൾ അങ്ങ് പോസ്റ്റ് ചെയ്യുകയല്ല ചെയ്തത്. മറിച്ച് ആ ഡിസൈൻ പൂർത്തീകരിച്ചതിന് ശേഷം അയാൾ അത് നിങ്ങളെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. അത് കണ്ടതിന് ശേഷം അത് സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യുന്നത് നിങ്ങളുടെ താല്പര്യമാണ്. ഏതെങ്കിലും ഒരാളിന് നിങ്ങളിങ്ങനെ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നുണ്ടെങ്കിൽ അയാൾ ഡിസൈൻ ചെയ്തു തരുന്ന എല്ലാ കാര്യവും നിങ്ങൾ അതേപടി അങ്ങ് പോസ്റ്റ് ചെയ്യുക എന്നാണ് എങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ ഉത്തരവാദിത്തമുള്ള സ്ഥാനങ്ങളിൽ നിങ്ങൾ ഇരിക്കേണ്ടുന്ന കാര്യമില്ല. അപ്പോൾ നിങ്ങളത് കണ്ടതിന് ശേഷം ഇത് പോസ്റ്റ് ചെയ്യാം എന്ന് നിങ്ങൾ തീരുമാനിച്ചു. അങ്ങനെയാണ് നിങ്ങളത് സോഷ്യൽ മീഡിയ വഴി പോസ്റ്റ് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് പൂർണ്ണമായിട്ടും നിങ്ങൾ ഈ ചുമതല ഏൽപ്പിച്ചിരിക്കുന്ന ആളിൻ്റെ മുകളിലേക്ക് ഇതിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും വെച്ച് കെട്ടിയതിനു ശേഷം നിങ്ങൾക്ക് കൈ കഴുകി രക്ഷപ്പെടാം എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. നിങ്ങളുടെ ഉത്തരവാദിത്തം ഇതിൽ വളരെ കൂടുതലായിട്ടുണ്ട്. കാരണം ഇത് ഡിസൈൻ ചെയ്യാനായിട്ട് ഏൽപ്പിച്ചത് നിങ്ങളാണ്. ആ ഡിസൈൻ അപ്രൂവ് ചെയ്യേണ്ടതും അത് പോസ്റ്റ് ചെയ്യേണ്ടതും നിങ്ങൾ തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും നമുക്കില്ല, നിങ്ങൾക്കുണ്ടെങ്കിലും. ഇനി ഇതിൻ്റെ ആത്മാർത്ഥതയില്ലായ്മയുടെ മറ്റൊരു കാര്യം, ഈ വീഡിയോയിൽ ഈ സുഹൃത്ത് പറയുന്നത് ഇതര സമുദായത്തിൽ നിന്നുള്ള ചില സുഹൃത്തുക്കൾക്ക് മനസ്സിന് ചെറിയൊരു വിഷമം ഇതുണ്ടാക്കിയിട്ടുണ്ട് എന്നാണ്. ആ ഉണ്ടായത് ചെറിയ വിഷമമാണ് എന്ന് ഇയാൾ എങ്ങനെയാണ് മനസ്സിലാക്കിയത് എന്ന് എനിക്കറിയില്ല. എന്തായാലും ഏതെങ്കിലും ഒരു മതവിശ്വാസിയുടെ മതവിശ്വാസത്തിനെ വ്രണപ്പെടുത്തുന്ന രീതിയിലത്തേക്ക് ബോധപൂർവം നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് എങ്കിൽ
അതുവഴി ഉണ്ടാകുന്ന വിഷമം ചെറുതല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതിൻ്റെ തീവ്രത അളക്കാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതില്ല. ആൾക്കാർക്ക് പല രീതിയിലാണ് ഇത് ബുദ്ധിമുട്ടുണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ചെറിയ വിഷമമല്ല ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെയാണ് അതൊരു സോഷ്യൽ മീഡിയ ബാക്ക്ലാഷായി മാറുന്നതും അത് കേസായി മാറുന്നതും അവസാനം നിങ്ങൾക്ക് തന്നെ അത് ബുദ്ധിമുട്ടായി വരുന്നതും. ഇനി നിങ്ങൾ പറഞ്ഞിരിക്കുന്ന മറ്റൊരു നുണ കൂടിയുണ്ട്. അതും നിങ്ങളുടെ ആത്മാർത്ഥത ഇല്ലായ്മയെ തന്നെയാണ് തുറന്നു കാട്ടുന്നത്. നിങ്ങൾ അത് ഇതുവരെ ഷെയർ ചെയ്തിട്ടില്ല, അതിനെ തടയാൻ ശ്രമിച്ചു എന്നൊക്കെയാണ് നിങ്ങൾ പറയുന്നത്. അല്ല, നിങ്ങളത് ഷെയർ ചെയ്തുകൊണ്ട് മാത്രമാണ് അത് പബ്ലിക്കിലേക്ക് എത്തിയത്. ആൾക്കാർ അതിനെപ്പറ്റി റിപ്പോർട്ട് ചെയ്തത്, അതിനെക്കുറിച്ച് നിങ്ങളോട് ആൾക്കാർ വിളിച്ച് ചോദിച്ചത്. ആ സമയത്താണ് ഇടപെട്ട് നിങ്ങൾ ആ പോസ്റ്റർ പിൻവലിക്കുന്നത്. അതുകൊണ്ടുണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ടിൽ നിങ്ങൾ മാപ്പ് പറയുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾ ഷെയർ ചെയ്തിട്ടില്ല എന്നൊക്കെ എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത്? ആരെ മണ്ടന്മാരാക്കാനാണ് നിങ്ങളത് പറയുന്നത് എന്നറിയില്ല. എന്തായാലും നിങ്ങൾക്കുള്ള ഐക്യമല്ല ഇത് കാണുന്ന ആൾക്കാരുടെ ഐക്യു. നിങ്ങൾക്ക് ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ മണ്ടത്തരം എന്താണ് എന്ന് ഇതുവരെ ബോധ്യമായിട്ടുണ്ടാവില്ല. പക്ഷേ ഇത് കാണുന്ന ആൾക്കാർക്ക് നിങ്ങൾ കാണിച്ച മണ്ടത്തരവും നിങ്ങൾ കാണിച്ച മര്യാദകേടും എന്താണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാകും. അതിൽ നിങ്ങൾക്കുള്ള ഉത്തരവാദിത്തം എത്രത്തോളമാണ് എന്നും ഇവിടെയുള്ള മനുഷ്യർക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. ഇനി നിങ്ങളുടെ ഭാഗത്ത് നിന്ന് മറ്റൊരാൾ കൂടി, അദ്ദേഹവും ഇതിൻ്റെ ഉടമയാണ് എന്നാണ് പറയുന്നത്, അദ്ദേഹവും വന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നു. ആ വീഡിയോയിൽ അദ്ദേഹവും മാപ്പ് പറയുകയാണ്. പക്ഷേ അദ്ദേഹം പറയുന്ന കാര്യങ്ങളും ആത്മാർത്ഥതയില്ലാത്തത് തന്നെയാണ്. ഈ പോസ്റ്റർ ചെയ്തപ്പോൾ തന്നെ അത് ശരിയല്ല എന്ന് ബോധ്യമായി എന്നാണ് അയാൾ പറയുന്നത്. അങ്ങനെ ഇത് ശരിയല്ല എന്നൊരു ബോധ്യം നിങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങളിത് ഷെയർ ചെയ്തത് എന്നുള്ളതാണ് ചോദ്യം. ഒന്ന് ആലോചിച്ച് നോക്കുക. ആദ്യത്തെ ആൾ പറഞ്ഞത് ഇത് പുറത്തു നിന്നുള്ള ഒരാൾ ഡിസൈൻ ചെയ്ത് തന്നതാണ്, അത് നിങ്ങളങ്ങ് പോസ്റ്റ് ചെയ്തു എന്നാണ്. പക്ഷേ രണ്ടാമത്തെ ആൾ പറയുന്നത് ഈ പോസ്റ്റർ ചെയ്തപ്പോൾ തന്നെ അത് ശരിയല്ല എന്ന് ബോധ്യമായി എന്നാണ്. എന്നിട്ടും നിങ്ങൾ എന്തിനത് ഷെയർ ചെയ്തു എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. ഇനി ഈ രണ്ടാമത് വീഡിയോയിൽ വന്ന് മാപ്പ് പറയുന്ന ചങ്ങാതി ഈ പോസ്റ്റർ പ്രചരിപ്പിച്ച ആൾക്കാരെയാണ് കുറ്റം പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് അതങ്ങനെ പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾ മറ്റൊരു മതവിശ്വാസത്തിനെ വളരെ ക്രൂരമായ രീതിയിൽ അവഹേളിക്കുകയും എന്നാൽ അങ്ങനെയുള്ള അവഹേളനം ആൾക്കാർ പ്രചരിപ്പിക്കുകയോ നിങ്ങളോട് അതിനെപ്പറ്റി ചോദ്യം ചെയ്യുകയോ ചെയ്യുന്ന സമയത്ത് ആ ആൾക്കാരെ നിങ്ങൾ എന്തിനാണ് കുറ്റപ്പെടുത്തുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾ യാതൊരു വിധത്തിലുള്ള മര്യാദയുമില്ലാതെ പറയുന്നത് നിങ്ങൾക്കെതിരെ ആക്രമണം ഉണ്ടാകുന്നു, നിങ്ങളിപ്പോൾ സൈബർ അറ്റാക്ക് നേരിടുകയാണ് എന്നാണ്. നിങ്ങൾ കാണിച്ച ശുദ്ധ തെമ്മാടിത്തരത്തിൻ്റെയും മര്യാദകേടിൻ്റെയും പേരിലാണ് നിങ്ങൾക്കെതിരെ ആൾക്കാർ അഭിപ്രായം പറയുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇനിയും ബോധ്യമാകാത്തത്? നിങ്ങൾ നേരിടുന്നതല്ല സൈബർ അറ്റാക്ക്, മറിച്ച് ശ്രീകൃഷ്ണന്റെ ചിത്രം നിങ്ങളുടെ പോസ്റ്ററിൽ ചേർത്ത് നോൺ വെജിറ്റേറിയൻ ഭക്ഷണത്തിനോടൊപ്പം അത് കഴിക്കാനായിട്ട് ഉണ്ണിക്കണ്ണൻ ഇരിക്കുന്നു എന്ന രീതിയിലത്തേക്ക് ചിത്രീകരിച്ച് അത് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്നത് വഴി ഇവിടെയുള്ള ഹിന്ദു വിശ്വാസികൾക്ക്, അവരുടെ വിശ്വാസങ്ങൾക്ക്, ഈശ്വരാരാധനാ സങ്കല്പങ്ങൾക്ക് നേരെ നിങ്ങളാണ് സൈബർ അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. അതല്ലാതെ നിങ്ങളോട് ഇത് ചോദിക്കുന്ന ആൾക്കാരല്ല സൈബർ അറ്റാക്ക് നടത്തുന്നത് എന്നതിനെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നമുണ്ടാക്കാനോ ഏതെങ്കിലും മതത്തിനെ അവഹേളിക്കാനോ അല്ല നിങ്ങളിത് ചെയ്തത് എന്നാണ് നിങ്ങൾ പറയുന്നത്. കൃഷ്ണന്റെ പടം ഒരു നോൺ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി താല്പര്യത്തോടു കൂടി ഇരിക്കുന്ന രീതിയിൽ ചിത്രീകരിച്ചാൽ അത് മതത്തിനെ അവഹേളിക്കാനല്ലാതെ നീയൊക്കെ മതത്തിന് ഓസ്കാർ കൊടുക്കാൻ വേണ്ടിയിട്ടാണോ എന്നുള്ള ഒരു ചോദ്യം നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് തരത്തിലുള്ള മറുപടിയായിരിക്കും നിങ്ങൾ പറയുക? പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് നിങ്ങളിതിന് ശ്രമിച്ചത്. കാരണം അങ്ങനെ ഒരു ബിംബം ഇത്തരത്തിലുള്ള ഒരു നോൺ വെജിറ്റേറിയൻ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് പ്രചരിപ്പിക്കാൻ പാടില്ല എന്നുള്ള സാമാന്യ ബോധം നിങ്ങൾക്കുണ്ടാവേണ്ടതാണ്. ഏറ്റവും മിനിമമായിട്ടുള്ള ഒരു സോഷ്യൽ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് തന്നെ അങ്ങനെയാണ്. അങ്ങനെ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു മര്യാദകേട് കാണിച്ച് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെ ഈശ്വര സങ്കല്പങ്ങളെ അവഹേളിച്ചതിന് ശേഷം ഞങ്ങൾ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചില്ല, ഒരു മതത്തിനെയും ഞങ്ങൾ അവഹേളിച്ചില്ല എന്നൊക്കെ പറഞ്ഞങ്ങ് പോകാനായിട്ട് കഴിയുകയില്ല. കാരണം ഈ നാട്ടിൽ അതുമായി ബന്ധപ്പെട്ട് നിയമങ്ങളുണ്ട് എന്ന് നിങ്ങൾ ഈ മെഹർ റെസ്റ്റോറൻറ്റുകാർ മനസ്സിലാക്കണം. പിന്നെ നിങ്ങൾ പറയുന്ന ഏറ്റവും ആത്മാർത്ഥതയില്ലാത്ത മറ്റൊരു കാര്യം, എല്ലാവരിലേക്കും ഒരാശയം എത്തിക്കുക, ഒരു സന്ദേശം എത്തിക്കുക എന്നുള്ളതായിരുന്നു നിങ്ങളുടെ ലക്ഷ്യം എന്നാണ്. എത്ര നിഷ്കളങ്കമായിട്ടുള്ള ലക്ഷ്യം! ഒരു സന്ദേശം എത്തിക്കുക എന്ന് പറയുമ്പോൾ ഹാപ്പി വിഷു എന്നുള്ള സന്ദേശമാണ്. എല്ലാവരിലേക്കും ഒരു ആശയം എത്തിക്കുക എന്നുകൂടി നിങ്ങൾ പറയുന്നുണ്ട്. എന്താശയമാണ്? ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന ഹിന്ദുക്കളുടെ ഈശ്വരൻ നോൺ വെജിറ്റേറിയൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ മന്തി കഴിക്കുകയാണ് എന്ന രീതിയിലത്തേക്കുള്ള ആശയമാണോ നിങ്ങളിവിടെയുള്ള ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിച്ചത്? നോക്കൂ, മന്തി കഴിക്കുന്ന ആൾക്കാരിൽ ഈശ്വരവിശ്വാസികളും ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാരും ഹിന്ദുക്കളിൽ തന്നെ ഈശ്വരവിശ്വാസികളായിട്ടുള്ള ആൾക്കാരും ഒക്കെ ഉണ്ടാവും എന്ന് കരുതി എല്ലാ കാര്യത്തിനും ഒരു ഔചിത്യമുണ്ട്. ഭഗവാന്മാരൊക്കെ തന്നെ നോൺ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്നു എന്ന രീതിയിലത്തേക്ക് ചിത്രീകരിച്ച് മറ്റു മതവിശ്വാസങ്ങളെ, അവരുടെ ഈശ്വര സങ്കല്പങ്ങളെയൊക്കെ അവഹേളിച്ചിട്ടല്ല നിങ്ങളുടെയൊക്കെ ഭക്ഷണത്തിന് പ്രൊമോഷൻ നിങ്ങൾ കൊടുക്കേണ്ടത് എന്ന കാര്യത്തിനെക്കുറിച്ച് മനസ്സിലാക്കുക. ഇനി വീണ്ടും ആത്മാർത്ഥതയില്ലാതെ ഇദ്ദേഹം പറയുന്നത് മനഃപൂർവ്വം ചെയ്തതല്ലെങ്കിലും ബുദ്ധിമുട്ടിൽ മാപ്പ് പറയുന്നു എന്നാണ്. മനഃപൂർവ്വം ചെയ്തതല്ല എന്ന് എങ്ങനെയാണ് ഒരാളിന് കരുതാൻ കഴിയുക? നിങ്ങളിത് ആരെയോ ഏൽപ്പിക്കുന്നു, അയാളിത് ചെയ്യുന്നു, നിങ്ങൾക്ക് തരുന്നു, നിങ്ങളിത് കാണുന്നു, കണ്ണടച്ചല്ലോ ഇത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങളത് കണ്ടതിന് ശേഷം അത് പോസ്റ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ച് നിങ്ങൾ പോസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇവിടെ ഒരു കാര്യം ആലോചിച്ച് നോക്കണം. ഇത് ഹിന്ദു ദേവതാ സങ്കല്പങ്ങളാണ്.
നിങ്ങൾ ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. നിങ്ങളുടെ ഈശ്വര സങ്കല്പങ്ങളെ ചിത്രീകരിക്കാൻ പോലും പാടില്ല എന്ന കാര്യത്തിനെക്കുറിച്ച് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. മുഹമ്മദ് നബിയെ ആണെങ്കിലും അള്ളാഹുവിനെ ആണെങ്കിലും ഒന്നും തന്നെ ചിത്രീകരിക്കാൻ പാടില്ല എന്നുള്ളതാണ് ആ മതത്തിൻ്റെ നിഷ്ഠ. അതിനെയാണ് നിങ്ങൾ ബഹുമാനിക്കുന്നത്. അങ്ങനെയുള്ള നിങ്ങൾക്ക്, മതത്തിൻ്റെ നിഷ്ഠ എന്താണെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന നിങ്ങൾക്ക്, ഇതര മതത്തിലെ ഈശ്വര സങ്കല്പങ്ങളെ ബഹുമാനിക്കണം എന്നുള്ള ഒരു കാര്യം മറ്റാരെങ്കിലും പറഞ്ഞു തന്ന് അറിയേണ്ടതല്ല. നിങ്ങളുടെ ദൈവങ്ങളെ, ദൈവസങ്കല്പങ്ങളെ മറ്റുള്ള ആൾക്കാർ ബഹുമാനിക്കുന്നത് പോലെ അതിനെ ചിത്രീകരിക്കരുത് എന്ന് വിലക്കുണ്ട് എങ്കിൽ ആ വിലക്കിനെ മറ്റുള്ള ആൾക്കാരും ഇതര മതസ്ഥരും അതിനെ സർവാത്മന സ്വീകരിക്കുന്നത് പോലെ, അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നത് പോലെ നിങ്ങൾ എന്തുകൊണ്ട് മറ്റുള്ള മതവിശ്വാസങ്ങളെ, അവരുടെ ഈശ്വര സങ്കല്പങ്ങളെ, അവരുടെ ആരാധനയൊക്കെ തന്നെ ബഹുമാനിക്കുന്നില്ല എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അത് മനഃപൂർവ്വം ചെയ്തതല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. കാരണം നിങ്ങൾ വിശ്വസിക്കുന്ന മതത്തിലുള്ള നിഷ്ഠകൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാമെങ്കിൽ മറ്റുള്ള ആൾക്കാരെക്കുറിച്ചും അവരുടെ സങ്കല്പങ്ങളെക്കുറിച്ചും നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രമേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് പാടുള്ളൂ. തന്നെയുമല്ല, ഹിന്ദു ദൈവങ്ങളൊക്കെ തന്നെ ഇങ്ങനെ നോൺ വെജിറ്റേറിയൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിലത്തേക്ക് ചിത്രീകരിക്കാൻ പാടില്ല എന്നുള്ളതിനെക്കുറിച്ച് ഏറ്റവും മിനിമമായിട്ടുള്ള ഒരു അറിവാണ്. അത് ഒരു സോഷ്യൽ ബീയിങ് എന്ന രീതിയിൽ, ഈ സമൂഹത്തിൽ കഴിയുന്ന ഒരാളെന്ന രീതിയിൽ നിങ്ങൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ നിങ്ങൾ ഒരു തരത്തിലുള്ള ബിസിനസ്സിനും ഒരു തരത്തിലുള്ള സോഷ്യൽ എൻഗേജ്മെൻറ്റിനും യോഗ്യരല്ല എന്നെങ്കിലും നിങ്ങൾ മിനിമം മനസ്സിലാക്കണം. അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന നിങ്ങളുടെ ഈ വിഷയങ്ങളുടെ സത്യാവസ്ഥ എല്ലാവരും മാക്സിമം മനസ്സിലാക്കണം, എന്നിട്ട് നിങ്ങളോട് സഹകരിക്കണം എന്നാണ് പറയുന്നത്. എന്ത് സത്യാവസ്ഥയാണ് ഇതിൽ മനസ്സിലാക്കാനുള്ളത്? നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്നതിൽ ഏറ്റവും വലിയ അസംബന്ധവും ഏറ്റവും വലിയ മര്യാദകേടും ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യമാണ്. ബുദ്ധിമുട്ട് വരുന്ന രീതിയിൽ നിങ്ങൾക്ക് നിരവധി കോളുകൾ വരുന്നു, അതുകൊണ്ട് നിങ്ങളുടെ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്യേണ്ടി വരുന്നു എന്നാണ് നിങ്ങൾ പറയുന്നത്. ഏതെങ്കിലും ഒരു സമുദായത്തിൻ്റെ ഈശ്വര സങ്കല്പങ്ങളെ അവഹേളിക്കുന്ന രീതിയിലത്തേക്കുള്ള ഒരു സന്ദേശം പ്രചരിപ്പിച്ചതിന് ശേഷം ആ വിഭാഗത്തിലുള്ള ആൾക്കാരെല്ലാവരും വിളിച്ച് കൊള്ളാം, നന്നായിടാ മോനെ, ഇനിയും ഇതേപോലെയുള്ള പോസ്റ്റർ ഇറക്കൂ എന്ന് നിങ്ങളോട് പറയുമെന്നാണോ കരുതുന്നത്? അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ മതവിശ്വാസം വ്രണപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ അതിനുവേണ്ടി ബോധപൂർവമുള്ള ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായി എന്നുള്ള ഒരു തോന്നലുണ്ടാകുന്ന ആൾക്കാർ നിങ്ങൾക്കെതിരെ സംസാരിക്കും. അങ്ങനെയുള്ള ആൾക്കാർ ഒരുപക്ഷെ നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് ഇനി വരികയുമില്ല. അവരുടെ ബിസിനസ് ഒരുപക്ഷെ നിങ്ങൾക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. അതെല്ലാം നിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ്. അതല്ലാതെ അതിൻ്റെ പേരിൽ ആൾക്കാരെ കുറ്റം പറയുകയോ അത് നിങ്ങൾ നേരിടുന്ന ആക്രമണമാണ് എന്ന് പറയുകയോ അതിനെ സോഷ്യൽ മീഡിയ സൈബർ അറ്റാക്ക് എന്ന രീതിയിലത്തേക്ക് ചിത്രീകരിക്കുകയോ ചെയ്യുന്നത് പ്രിയപ്പെട്ട സുഹൃത്തെ ആന വങ്കത്തരമാണ്, നിങ്ങളുടെ അങ്ങേയറ്റത്തെ മണ്ടത്തരമാണ് എന്ന് മാത്രമേ പറയാൻ കഴിയൂ. നിങ്ങളതുകൊണ്ട് അജ്ഞത നടിച്ച് നിങ്ങളെന്തോ വലിയ മഹത്തായ ഒരു കാര്യം ചെയ്തു, അതിവിടെയുള്ള സമൂഹം ഉൾക്കൊണ്ടില്ല എന്ന മട്ടിലേക്കൊന്നും തന്നെ ചിത്രീകരിച്ച് സ്വയം മേനി നടിക്കേണ്ടുന്ന കാര്യമില്ല. നിങ്ങൾ കാണിച്ച മര്യാദകേടിനോട്, തെമ്മാടിത്തരത്തിനോട് ആരെങ്കിലും പ്രതികരിച്ചാൽ അതെല്ലാം നിങ്ങൾക്കെതിരെയുള്ള ആക്രമണമാണ്, സൈബർ അറ്റാക്കാണ് എന്ന രീതിയിലത്തേക്ക് ചിത്രീകരിച്ചുകൊണ്ട് ഒരു വിക്ടിം കാർഡ് ഇറക്കാനൊന്നും ദൈവത്തെ ഓർത്ത് നിങ്ങൾ ശ്രമിക്കരുത്. അതിനുള്ള സ്കോപ്പ് ഈ വിഷയത്തിലില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എന്തായാലും ഈ വിഷയത്തിൽ പോലീസിൽ ഒരു കേസ് വരുന്നു. ഇതിൻ്റെ ഉടമസ്ഥൻ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. ഇത് 1 വർഷം വരെ ശിക്ഷ കിട്ടാൻ പറ്റുന്ന രീതിയിലത്തേക്കുള്ള ഒരു കേസാണ് എന്ന് നമുക്കറിയാം. ഇതൊരു മാതൃകയാകണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഒരു ഹിന്ദു ദൈവത്തെയും ഇനി മേലിൽ ഒരു നോൺ വെജ് ബിസിനസ്സിനും അതിൻ്റെ മോഡലായിട്ട് ഉപയോഗിക്കാനായിട്ട് ഒരാളും ധൈര്യപ്പെടരുത് എന്നുള്ളതാണ് നമ്മൾ ഉറപ്പുവരുത്തേണ്ടത്. ശ്രീകൃഷ്ണനെ ചിക്കൻ മന്തിയുടെ മോഡലാക്കി മാറ്റുന്നത് ഒരിക്കലും ഒരു ഡിസൈനർ മിസ്റ്റേക്ക് അല്ല, മറിച്ച് മനഃപൂർവ്വമായിട്ടുള്ള അപമര്യാദയാണ്. അത് ഹിന്ദുക്കളുടെ വിശ്വാസത്തിനെ കളിയാക്കലാണ്. കേരളത്തിൽ ഇങ്ങനെ ഹിന്ദു ദൈവങ്ങളെ അപമാനിക്കുന്നത് ഒരു ട്രെൻഡായി മാറിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തവുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ചേർത്തലയിലെ മെഹർ എന്നുള്ള ഒരു റെസ്റ്റോറൻറ്റ് മാത്രമല്ല, മറ്റ് പല മന്തി സ്ഥാപനങ്ങളും നോൺ വെജിറ്റേറിയൻ ഫുഡ് റെസ്റ്റോറൻറ്റുകളും ഇതേ രീതിയിൽ തന്നെ കൃഷ്ണനെ ഉപയോഗിച്ചുകൊണ്ട് പലതരത്തിലുള്ള പോസ്റ്ററുകളാണ് ഈ വിഷു ദിനത്തിൽ ഇറക്കിയത്. അതുകൊണ്ട് ഇതിന് പിന്നിൽ ഒരു അജണ്ട ഇല്ല എന്നൊന്നും തന്നെ പറയാനായിട്ട് വരണ്ട. നിങ്ങൾ കാണിച്ചത് മര്യാദകേടാണ്. ആ മര്യാദകേടിനെ ചേർത്ത് തോൽപ്പിക്കുന്നതിന് ഈ നാട്ടിൽ നിയമമുണ്ട്. ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളിപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. അതിന് ഞഞ്ഞാപിഞ്ഞ പറഞ്ഞിട്ടോ അതിന് ന്യായീകരണം കൊണ്ടുവന്ന് വിളമ്പിയിട്ടോ ഒരു കാര്യവുമില്ല എന്ന് ഈ മെഹറുകാരന്മാരൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. എന്തായാലും കലാപം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ മനഃപൂർവ്വമോ ദുരുദ്ദേശപരമോ ആയിട്ടുള്ള പ്രകോപനം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇതിനു വേണ്ടി ശ്രമിച്ചു എന്ന തരത്തിലുള്ള ഒരു വകുപ്പാണ് ഇതിലെടുത്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അത് പൂർണ്ണമായിട്ടും ശരിയാണ്, സത്യസന്ധമാണ് എന്ന് മാത്രമാണ് ഹിന്ദു വിശ്വാസികളായിട്ടുള്ള ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിരിക്കുന്ന ഏതൊരാളും നിങ്ങളോട് പറയുക. അതുകൊണ്ട് ഈ കേസിൽ നിന്ന് മോചിതനായതിനു ശേഷം, പുറത്തു വന്നതിന് ശേഷം ഇത്തരത്തിലുള്ള തെമ്മാടിത്തവും ശുദ്ധ മര്യാദകേടും മാറ്റിവെച്ച് മര്യാദയ്ക്ക് റെസ്റ്റോറൻറ്റ് ബിസിനസ് നടത്തി ജീവിച്ചു പോവുക എന്നുള്ള ഒരു ലളിതമായിട്ടുള്ള ഉപദേശം മാത്രം നിങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഈ നാടിൻ്റെ മതസൗഹാർദ്ദം തകർക്കുന്ന രീതിയിലത്തേക്ക് പെരുമാറരുത് എന്നുള്ള ഒരു ശക്തമായിട്ടുള്ള താക്കീത് നിങ്ങളുടെ മുന്നിലേക്ക് ഈ സമൂഹത്തിലെ ഒരു പ്രതിനിധി എന്ന നിലയിൽ വെച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.